ലക്ഷക്കണക്കിന് യാത്രക്കാരുടെ ജീവനാഡിയാണ് ഇന്ത്യൻ റെയിൽവേ. ദിവസവുമുള്ള യാത്രകൾക്കും ദീർഘദൂര യാത്രകൾക്കും ഒരുപോലെ ആളുകൾ ആശ്രയിക്കുന്നത് ട്രെയിനുകളെയാണ്. സുരക്ഷിതമായി ലക്ഷ്യസ്ഥാനത്തെത്തുമെന്ന വിശ്വാസത്തിലാണ് ഓരോ യാത്രക്കാരനും യാത്ര പുറപ്പെടുന്നത്. എന്നാൽ സമീപകാലത്തുണ്ടായ സംഭവങ്ങൾ ഈ വിശ്വാസത്തിന്മേൽ കരിനിഴൽ വീഴ്ത്തുകയാണ്. കേരള എക്സ്പ്രസിൽ 19കാരി ആക്രമിക്കപ്പെട്ട സംഭവം ട്രെയിൻ യാത്രയിലെ സുരക്ഷാ പ്രതിസന്ധിയുടെ ആഴം വ്യക്തമാക്കുന്നതാണ്. സംസ്ഥാനത്തെ പകുതിയോളം ട്രെയിനുകളിൽ പോലീസ് സാന്നിധ്യമില്ല എന്നത് ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യം കൂടിയാണ്. കേരളത്തിലെ ട്രെയിൻ യാത്രയിലെ സുരക്ഷാ വെല്ലുവിളികൾ, അതിനു പിന്നിലെ ഭരണപരവും സാമ്പത്തികവുമായ ബുദ്ധിമുട്ടുകൾ, നിലവിലുള്ള സംവിധാനങ്ങളിലെ പാളിച്ചകൾ, സാധ്യതയുള്ള പരിഹാര മാർഗങ്ങൾ എന്നിവയെക്കുറിച്ച് സമഗ്രമായി പരിശോധിക്കേണ്ടതുണ്ട്. ഓരോ ട്രെയിനിലും ഒരു ദിശയിലേക്ക് കുറഞ്ഞത് 2 പോലീസുകാരെ വീതം നിയോഗിക്കണമെന്നാണ് വ്യവസ്ഥ. ഇത് കേവലം ഒരു ഔദാര്യമല്ല, മറിച്ച് യാത്രക്കാരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ഉറപ്പാക്കാനുള്ള അനിവാര്യമായ നിയമമാണ്. എന്നാൽ സംസ്ഥാനത്തെ 200-ലധികം ട്രെയിനുകളിൽ ഈ നിയമം പാലിക്കപ്പെടുന്നില്ല. കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെയുള്ള ദൈർഘ്യമേറിയ പാതയിൽ ഒരു ട്രെയിനിൽ കുറഞ്ഞത് 4 ഷിഫ്റ്റുകളിലായി പോലീസുകാർ ആവശ്യമുണ്ട്. അതായത് ഒരു ട്രെയിൻ സുരക്ഷിതമായി ഓടിക്കാൻ ഒരു ദിവസം കുറഞ്ഞത് 8 പോലീസുകാർ വേണം. നിലവിൽ റെയിൽവേ പോലീസിലുള്ളത് ഏകദേശം 700 പോലീസുകാർ മാത്രമാണ്. ഇത് ദിവസേന കടന്നുപോകുന്ന 200-ലധികം ട്രെയിനുകളിലെ സുരക്ഷാ ആവശ്യകതകൾക്ക് തികച്ചും അപര്യാപ്തവുമാണ്. പോലീസുകാരുടെ എണ്ണത്തിലുള്ള ഈ കുറവാണ് സുരക്ഷാ ലംഘനങ്ങളുടെ അടിസ്ഥാന കാരണം. ഈ പോരായ്മ രാത്രികാലങ്ങളിലാണ് ഏറ്റവും ഗുരുതരമാകുന്നത്. കേരള എക്സ്പ്രസിലെ സംഭവം രാത്രികാല പട്രോളിംഗ് അനിവാര്യമാണെന്നതിന് അടിവരയിടുന്നു. പോലീസുകാരുടെ ക്ഷാമം പരിഹരിക്കുന്നതിന് സംസ്ഥാന സർക്കാർ തയ്യാറാണെങ്കിലും റെയിൽവേ അത് സ്വീകരിക്കാൻ തയ്യാറല്ലെന്നതാണ് മറ്റൊരു പ്രതിസന്ധി. 2011 വള്ളത്തോൾ നഗറിൽ യുവതി കൊല്ലപ്പെട്ടതിന് പിന്നാലെ ചേർന്ന ഉന്നതതല യോഗ തീരുമാനമനുസരിച്ച് സംസ്ഥാന സർക്കാർ 200 പോലീസുകാരെ റെയിൽവേയിലേക്ക് നിയോഗിച്ചു. എന്നാൽ ഈ നിയമനം റെയിൽവേ ഇനിയും ഔദ്യോഗികമായി അംഗീകരിച്ചിട്ടില്ല. ഇവിടെയാണ് സാമ്പത്തിക തർക്കങ്ങൾ കടന്നുവരുന്നത്. റെയിൽവേയും സംസ്ഥാന പോലീസുമായുള്ള ധാരണ പ്രകാരം റെയിൽവേ പോലീസിലേക്ക് നിയോഗിക്കുന്ന പോലീസുകാരുടെ പകുതി ശമ്പളം റെയിൽവേയാണ് വഹിക്കേണ്ടത്. 200 പോലീസുകാരുടെ നിയമനം അംഗീകരിക്കാത്തതിനാൽ റെയിൽവേ ശമ്പള വിഹിതം നൽകിയിട്ടുമില്ല. മാത്രമല്ല, സുരക്ഷാ ചുമതലകൾ നിർവഹിച്ച വകയിൽ സംസ്ഥാന പോലീസിന് റെയിൽവേ 55 കോടിയോളം രൂപ കുടിശ്ശികയായും നൽകാനുണ്ട്. യാത്രക്കാരുടെ സുരക്ഷയ്ക്ക് മുൻഗണന നൽകേണ്ട ഒരു സാഹചര്യത്തിൽ ഭരണപരമായ കെട്ടുപാടുകൾ കാരണം 100 കണക്കിന് ട്രെയിനുകളിൽ യാത്രക്കാർ ഭയത്തോടെ യാത്ര ചെയ്യേണ്ടി വരുന്നു. ധനകാര്യപരമായ കണക്കുകൾക്ക് അതീതമായി പൊതുസുരക്ഷ ഉറപ്പാക്കാനുള്ള ഒരു ഭരണഘടനാപരമായ ബാധ്യത ഇരുപക്ഷത്തിനുമുണ്ട്. പോലീസുകാരുടെ കുറവ് മാത്രമല്ല, നിലവിലുള്ള റെയിൽവേ പോലീസ് സംവിധാനത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങളും ദയനീയമാണ്. സംസ്ഥാനത്തെ 13 റെയിൽവേ പോലീസ് സ്റ്റേഷനുകളിൽ 3 എണ്ണത്തിൽ മാത്രമാണ് പോലീസുകാർക്ക് ആവശ്യമായ സൗകര്യങ്ങളുള്ളത്. ശേഷിക്കുന്നവയെല്ലാം പഴയ കെട്ടിടങ്ങളിൽ പ്രവർത്തിക്കുന്നവയാണ്. പോലീസുകാർക്ക് പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാൻ പോലും സൗകര്യമില്ലാത്ത അവസ്ഥ. റെയിൽവേയുടെ ചുമതലയിൽ വരുന്ന അടിസ്ഥാന സൗകര്യ വികസനത്തിനായി സംസ്ഥാന പോലീസിന് അവരുടെ ഫണ്ട് വിനിയോഗിക്കാനും സാധിക്കില്ല. പലപ്പോഴും ദുരിതമനുഭവിച്ചാണ് പോലീസുകാർ സേവനമനുഷ്ഠിക്കുന്നത്. ഈ സാഹചര്യത്തിൽ കൂടുതൽ പോലീസുകാരെ നിയമിച്ചാൽ പോലും അവർക്ക് മെച്ചപ്പെട്ട പ്രവർത്തന സാഹചര്യങ്ങൾ ഒരുക്കാൻ കഴിയാതെ വരുന്നത് സുരക്ഷാ സംവിധാനത്തെ മൊത്തത്തിൽ ബാധിക്കും. മാറ്റത്തിന്റെ തുടക്കം അടിസ്ഥാന സൗകര്യങ്ങളിൽ നിന്ന് ആരംഭിക്കേണ്ടതുണ്ട്. ആധുനിക സാങ്കേതിക വിദ്യയുടെ ഉപയോഗം സുരക്ഷാ കാര്യങ്ങളിൽ വലിയൊരു മുതൽക്കൂട്ട് തന്നെയാണ്. പുതുതലമുറ കോച്ചുകളായ വന്ദേ ഭാരത് എക്സ്പ്രസിൽ നിരീക്ഷണ ക്യാമറകൾ ഒരുക്കിയിട്ടുണ്ട്. ഇതിലെ ഏറ്റവും മികച്ച സംവിധാനം ദൃശ്യങ്ങൾ തത്സമയം കേന്ദ്രീകൃത കൺട്രോൾ റൂമിലേക്ക് ലഭിക്കുന്നു എന്നതാണ്. ഇത് തത്സമയ നിരീക്ഷണത്തിനും അടിയന്തര ഇടപെടലിനും സഹായകമാകും. എന്നാൽ ഈ സൗകര്യം വന്ദേ ഭാരതിൽ മാത്രം ഒതുങ്ങുന്നു എന്ന പരിമിതിയുമുണ്ട്. മറ്റു കോച്ചുകളിലെ ക്യാമറകളിലെ ദൃശ്യങ്ങൾ നേരിട്ട് ശേഖരിക്കേണ്ടി വരുന്നു. ഇത് സമയമെടുക്കുന്ന പ്രക്രിയയുമാണ്. കൂടാതെ പ്രതികരണ സമയം ഗണ്യമായി കുറയ്ക്കുന്നു. ഒരു സംഭവം നടന്ന ശേഷം ദൃശ്യങ്ങൾ ശേഖരിക്കുന്നത് പ്രതിയെ പിടികൂടാൻ സഹായിച്ചേക്കാം. പക്ഷേ ആക്രമണം തടയാൻ ഈ രീതി പര്യാപ്തമല്ല. എല്ലാ ദീർഘദൂര ട്രെയിനുകളിലും നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കുകയും അവയെല്ലാം ഒരു കേന്ദ്രീകൃത കൺട്രോൾ റൂമുമായി ബന്ധിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ഏകീകൃത സംവിധാനമാണ് നടപ്പിലാക്കേണ്ടത്. അത് അത്യാവശ്യവുമാണ്. ട്രെയിൻ യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് സമഗ്രമായ ഒരു പരിഷ്കരണമാണ് അനിവാര്യം. ഇതിന്റെ ആദ്യപടിയായി നിലവിലുള്ള ഭരണപരമായ തടസ്സങ്ങൾ നീങ്ങണം. അതായത് 200 പോലീസുകാരുടെ നിയമനം റെയിൽവേ ഉടൻ അംഗീകരിക്കുകയും
സുരക്ഷാ ചുമതലകൾ നിർവഹിച്ച വകയിൽ സംസ്ഥാന പോലീസിന് നൽകാനുള്ള കുടിശ്ശിക ഉടൻ തീർപ്പാക്കുകയും ചെയ്യണം. ഇത് സംസ്ഥാന സർക്കാരും റെയിൽവേയും തമ്മിലുള്ള സൗഹൃദപരമായ കൂട്ടായ പ്രവർത്തനത്തിന് വഴി തുറക്കും. രണ്ടാമതായി, ആവശ്യത്തിന് പോലീസുകാർ ഇല്ലാത്ത അവസ്ഥ പരിഹരിക്കാനായി സുരക്ഷയ്ക്ക് ആവശ്യമുള്ള 700-ലധികം പോലീസുകാരെ ഉടൻ നിയമിക്കാൻ റെയിൽവേയും സംസ്ഥാന സർക്കാരും സംയുക്തമായി നടപടിയെടുക്കണം. മൂന്നാമതായി, കേരള എക്സ്പ്രസ് സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ വൈകിട്ട് 6 മുതൽ രാവിലെ 6 വരെ പരമാവധി പോലീസുകാരെ നിയോഗിച്ച് രാത്രികാല പട്രോളിംഗ് ശക്തമാക്കാനുള്ള റെയിൽവേ പോലീസിന്റെ തീരുമാനം ഉടനടി എല്ലാ ട്രെയിനുകളിലും നടപ്പാക്കണം. ഇതിനോടൊപ്പം സാങ്കേതിക നവീകരണത്തിനും പ്രാധാന്യം നൽകണം. വന്ദേ ഭാരതിലുള്ളതുപോലെ ദൃശ്യങ്ങൾ തത്സമയം നിരീക്ഷിക്കാനുള്ള കേന്ദ്രീകൃത കൺട്രോൾ റൂം സംവിധാനം മറ്റു പ്രധാനപ്പെട്ട ട്രെയിൻ കോച്ചുകളിലും നടപ്പാക്കണം. അവസാനമായി, റെയിൽവേ പോലീസുകാരുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതിനായി റെയിൽവേയുടെ ഫണ്ട് ഉപയോഗിച്ച് പോലീസ് സ്റ്റേഷനുകൾ നവീകരിക്കുകയും പോലീസുകാർക്ക് മെച്ചപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പുവരുത്തുകയും വേണം. ഓരോ പൗരന്റെയും സുരക്ഷ സർക്കാരുകളുടെ പ്രാഥമിക ഉത്തരവാദിത്തമാണ്. കേരളത്തിലെ ട്രെയിൻ യാത്രക്കാർ നേരിടുന്ന സുരക്ഷാ പ്രതിസന്ധി കേവലം ഒരു പോലീസ് ക്ഷാമം എന്നതിലുപരി ഭരണപരമായ നിഷ്ക്രിയത്വത്തിന്റെയും സാമ്പത്തിക തർക്കങ്ങളുടെയും പരിണിത ഫലം കൂടിയാണ്. റെയിൽവേയും സംസ്ഥാന സർക്കാരും തമ്മിലുള്ള ഈ അനാവശ്യമായ തർക്കങ്ങൾ അവസാനിപ്പിച്ച് ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ ഒരേ മനസ്സോടെ പ്രവർത്തിക്കേണ്ട സമയം കൂടിയാണിത്. സുരക്ഷിതമായ ട്രെയിൻ യാത്ര എന്നത് ഒരു ലക്ഷറിയല്ല, മറിച്ച് അടിസ്ഥാനപരമായ അവകാശമാണ്. ഈ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് നമ്മുടെ യാത്രകളെ ഭയരഹിതവും സുരക്ഷിതവുമാക്കാൻ അധികാരികൾ അടിയന്തരമായി ഇടപെടണം.